സോ നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ള സ്പ്രിങ്ങിന്റെ സെക്യൂരിറ്റി കോൺഫിഗറേഷൻ. അതായത് ഒരു സ്പ്രിങ് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെയാണ് സെക്യൂരിറ്റി കോൺഫിഗർ ചെയ്യുന്നതാണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് വെബ് സെക്യൂരിറ്റീസിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം കാണുന്നത്. സെക്യൂരിറ്റി ഈസ് വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് കൺസേൺ ഫോർ എനി ആപ്ലിക്കേഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് മെനി ആസ്പെക്ട്സ് സച്ച് ആസ് സെൻസിറ്റീവ് ഡാറ്റ സേഫ്റ്റി, robust website against hacking, SQL injection, CSRF, etc. A different set of tools are used for various aspects of application security. This section describes how to secure sensitive information on backend applications. അതായത് backend application എങ്ങനെ നമുക്ക് സെക്യൂർ ആയിട്ട് ഇൻഫർമേഷനെ നമുക്ക് പാസ് ചെയ്യാം, സെക്യൂർ ആയിട്ട് ഇൻഫർമേഷൻ എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം പറയുന്നത് എൻക്രിപ്ഷൻ ഓഫ് ഡേറ്റ ഇൻ ട്രാൻസിറ്റ് ആൻഡ് അറ്റ് റെസ്റ്റ്. Data in transit is data moving from through the internet or private network. Term data protection in transit is the protection of data while it is moving from network to network or transferred from a local storage device to a cloud storage device. അതായത് ഡേറ്റ ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ നമ്മുടെ മൂവ് ചെയ്യുന്ന എങ്ങനെയാണ് ത്രൂ ഇന്റർനെറ്റ് ഓർ എ നെറ്റ്വർക്ക്. അതായത് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് വഴിയോ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് വഴിയോ നമ്മൾ ഡേറ്റ മൂവ് ചെയ്യുന്നു. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ കറസ്പോണ്ടിങ് ഒരു സൈറ്റിലോട്ട് പാസ് ചെയ്യുന്നു. നമ്മളൊരു നെറ്റ് ബാങ്കിങ്ങിന്റെ ലോഗിൻ നമ്മൾ അത് ലോഗിൻ യൂസർ ഐ ഡിയും ലോഗിൻ പാസ്വേഡും നമ്മൾ എൻട്രി ചെയ്യുന്നു. ആ എൻട്രി ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റ ഇൻ ട്രാൻസിറ്റ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ആ യൂസർ നെയിമും പാസ്വേഡും എവിടെ പോയി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, സെർവറിൽ പോയി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം ആ സെർവറിലോട്ട് നമ്മുടെ ക്ലയന്റ് മെഷീനിൽ നിന്നും സെർവറിലോട്ട് അത് പാസ് ചെയ്യും. അപ്പോഴത്തേക്കിന് ആ ഒരു കൺസെപ്റ്റിനെയാണ് ഡേറ്റ ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഡേറ്റ ഇൻ ട്രാൻസിറ്റ് അല്ലെങ്കിൽ ഡേറ്റ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഡേറ്റ എന്ത് ചെയ്യപ്പെടാം, ഡേറ്റ ഹാക്ക് ചെയ്യപ്പെടാം. അപ്പോഴത്തേക്കിന് അതിനെ എങ്ങനെ നമുക്ക് തടഞ്ഞു നിർത്താം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം ഡേറ്റ അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ that is not moving from device to device or network to network, such as data stored on a hard drive. അതായത് നമ്മൾ എവിടെയാണ് ഒരു ഹാർഡ് ഡ്രൈവ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡാറ്റാ ബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഡേറ്റയാണ് നമ്മൾ ഡേറ്റ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത്. ലാപ്ടോപ്പ് or archived or stored in some other way. Data protection at rest aims to secure inactive data stored on any device or network. അതായത് ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ മൂവിംഗ് ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. അതാണ് ഡേറ്റ അറ്റ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഡേറ്റ അറ്റ് റെസ്റ്റ്, ഡേറ്റ അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഡേറ്റ, അതായത് എവിടെയെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡേറ്റ ആയിരിക്കും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡേറ്റ അറ്റ് റെസ്റ്റിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. സേഫ് ഗാർഡിംഗ് സെൻസിറ്റീവ് ഡേറ്റ ബോത്ത് ഇൻ ട്രാൻസിറ്റ് ആൻഡ് അറ്റ് റെസ്റ്റ് ഈസ് വൈറ്റൽ ഫോർ modern enterprises as attackers are persistently trying innovate ways to compromise systems and steal data. Data can be exposed to many security threats both in transit and at rest, which members safeguard against such threats. There are multiple approaches to protect data in transit and rest. Encryption plays a vital role in data protection and is very popular tool for securing data both in transit and at rest. അതായത് നമുക്കറിയാം നമുക്ക് ഈ ഡേറ്റ പുതിയ മെത്തേഡ്സ് വെച്ചിട്ട് ഡേറ്റയെ സ്റ്റീൽ ചെയ്യാൻ അല്ലെങ്കിൽ ഡേറ്റയെ ഹാക്ക് ചെയ്യാൻ വേണ്ടി ഹാക്കേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയത്ത്. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഡേറ്റയെ പ്രൊട്ടക്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അതായത് പല വേസ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. അതിനൊരു കാര്യമാണ് ഇപ്പോൾ HTTPS കണക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ സൈറ്റിലോട്ടും ലോഗിൻ ചെയ്യും. അപ്പോൾ അതൊരു സെക്യൂർ കണക്ഷനെയാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നേരത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് HTTPS അല്ലാതെ HTTP മാത്രമേ ഉള്ളായിരുന്നു. HTTP.colon ഇട്ടിട്ടാണ് നമ്മൾ വെബ്സൈറ്റിന്റെ പേരൊക്കെ അടിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഏതൊരു വെബ്സൈറ്റിൽ കയറിയാലും വി ആർ യൂസിങ് HTTPS പ്രോട്ടോകോൾ. അപ്പൊ അതൊരു സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. അതായത് ഡേറ്റ ഇൻ ട്രാൻസിറ്റ്, ഡേറ്റ മൂവ് ചെയ്യുന്ന ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു, പ്രൊട്ടക്ട് ചെയ്യാൻ അവിടെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഡേറ്റ ഇൻ ട്രാൻസിറ്റിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റയെ എന്ത് ചെയ്യാം, എൻക്രിപ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ഡേറ്റ അറ്റ് റെസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മൂവിങ് ഡേറ്റ ആണെങ്കിലും നമുക്ക് എൻക്രിപ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ എൻക്രിപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് യൂസർ നെയിമും പാസ്വേഡും നമ്മൾ എൻട്രി ചെയ്യുന്നു. ഈ എൻട്രി ചെയ്ത യൂസർ നെയിമും പാസ്വേഡും
എൻക്രിപ്റ്റഡ് ഫോമിലോട്ടായിരിക്കും എങ്ങോട്ട് പോകുന്നത്, സെർവറിലോട്ട് പോകും. സെർവറിൽ ചെന്നതിന് ശേഷം മാത്രമേ അത് ഡീക്രിപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡേറ്റ ഇൻ ട്രാൻസിറ്റിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ മൂവ് ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റിൽ നിന്നും സെർവറിലോട്ട് പോകുന്ന സമയത്ത് ആ ഡേറ്റ എന്ന് പറയുന്നത് എപ്പോഴും ഒരു എൻക്രിപ്റ്റഡ് ഡേറ്റ ആയിരിക്കും. അപ്പൊ ആ എൻക്രിപ്റ്റഡ് ഡേറ്റയെ ഹാക്കേഴ്സിന് സ്റ്റീൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെ ഒരു വേയും കൂടെ നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ, ഡേറ്റാബേസിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ, ആ ഡേറ്റ എന്തായിരിക്കാം, നമുക്ക് എൻക്രിപ്റ്റഡ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ അറ്റ് റെസ്റ്റിലും ഡേറ്റ ഇൻ ട്രാൻസിറ്റിലും ഒക്കെ നമുക്ക് ഡേറ്റയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻട്രൊഡക്ഷൻ ഓഫ് ജാവ ക്രിപ്റ്റോഗ്രഫി ആർക്കിടെക്ചർ. ജാവ ക്രിപ്റ്റോഗ്രഫി ആർക്കിടെക്ചറിനെ പറ്റിയാണ് പറയുന്നത്. ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് മേക്കിംഗ് എ ക്രിപ്റ്റോ സിസ്റ്റം ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ക്രിപ്റ്റോഗ്രഫിയുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ, authentic information, store sensitive information. ഇതൊക്കെയാണ് ക്രിപ്റ്റോഗ്രഫിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. ക്രിപ്റ്റോഗ്രഫി primitives ഉണ്ട്. Cryptography primitives are simply the tools and techniques in cryptography that can be particularly used to provide a set of desired security services. There encryption ഉണ്ട്, then we have hash functions ഉണ്ട്, message authentication codes ഉണ്ട്, then digital signatures ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ജാവ ക്രിപ്റ്റോഗ്രഫി ആർക്കിടെക്ചർ. Java cryptography architecture is based on provider architecture. It is a set of APIs to cryptography such as encryption, message digest, key generation and management, digital signatures, certificates, etc. It enables you to encrypt and decrypt data in Java, manage keys, sign and authenticate messages, etc. JCA, Java Cryptography Architecture, provides some general purpose classes and interfaces. JCA has provider-based architecture, thus actual functionality and implementation are provided by providers. So providers are in the provider ഈ നമുക്ക് ആവശ്യമുള്ള ആക്ച്വൽ ഫംഗ്ഷനാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എൻക്രിപ്ഷൻ algorithm used for encryption and decryption in Cipher class depends on the concrete provider used. അതിന്റെ മെയിൻ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് javax.crypto, then javax.crypto.spec, javax.crypto.interfaces, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് പ്രൊവൈഡർ എന്താണെന്ന് ആദ്യം പറയുന്നു. JCA has a provider-based architecture. Java SDK provides a default provider. Default providers may not support the encryption algorithms you want to use. In order to use a different provider instead of the default, Java Cryptography API provides a method to set the desired provider. ഒരു desired provider-നെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ സെറ്റ് ചെയ്യാനോ വേണ്ടി നമുക്ക് എന്നുള്ള API ഒരു മെത്തേഡ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഈ ആഡ് പ്രൊവൈഡർ, സെറ്റ് പ്രൊവൈഡർ എന്നൊക്കെ പറയാം. Then we have Cipher. The Cipher class is the core of JCA framework. This class provides cryptographic cipher for encryption and decryption. Encryption വേണ്ടിയും decryption വേണ്ടിയും cryptographic cipher പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ക്ലാസ് ആയിരിക്കും. Cipher's get instance method provides cipher object for encryption and decryption. And then get instance expects the name of the requested transformation. A transformation can be any form, either algorithm, mode, padding or algorithm. ഇനി ഏത് മോഡ് വേണമെങ്കിലും ആകാം. അപ്പൊ സിഫറിന്റെ ഒരു എക്സാമ്പിൾ ആണ്. സിഫറിന് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഉണ്ടാക്കുന്നു, then cipher.get instance വെച്ചിട്ട് നമ്മൾ അതിനെ കോൾ ചെയ്യുന്നു. നമുക്കിവിടെ അതിന്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ്, ഒരു സിഫർ ക്ലാസ് വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. അതെല്ലാവരും ഒന്ന് നോക്കിയാൽ കാണാം. അപ്പം അതിൻ്റെ അകത്ത് ഫസ്റ്റ് സീക്രട്ട് കീ ഡോട്ട് ഗെറ്റ് ബൈറ്റ്സ്. അതിൻ്റെ അകത്ത് നമുക്ക് കീ ബൈറ്റ്സിന് ലെങ്ത് 16 നോട്ട് ഈക്വൽ ടു 16 അല്ല എന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഒരു അലൗഡ് കീ സൈസ് 16 എന്നും പറഞ്ഞ് എക്സെപ്ഷൻ അവിടെ കൊടുക്കും, അല്ലെങ്കിൽ ഒരു എറർ കൊടുക്കും. അപ്പം ഒരു എൻക്രിപ്റ്റ് മോഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു കറസ്പോണ്ടിങ് ടെക്സ്റ്റിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. കാരണം this is the secret key, string plain text, hello good morning, encrypt key, plain text. ഈ plain textനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്ത് വിടും.
പാസ് ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ എൻക്രിപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കുക. എന്ന് പറയുന്നത് മെസ്സേജ് ഡൈജസ്റ്റ് ആണ്. മെസ്സേജ് ഡൈജസ്റ്റ് ആണ് സെക്യൂർഡ് വൺ വേ ഹാഷ് ഫങ്ഷൻസ് take arbitrary sized data and output fixed length hash value. A common solution to validate the encrypted data on the way to you has to be modified in message digest. Message digest എന്ന് പറഞ്ഞാൽ a message digest is a hash value calculated from message data. Steps to send encrypted data with message digest are validation of encrypted data is as calculate the message digest from data before encryption. When encrypt both data and the message digest and send across the wire. Once encrypted data is received, decrypt it to get the message and message digest. അതായത് മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെസ്സേജിനെ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹാഷ് വാല്യൂവിനെയാണ് നമുക്ക് മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. Then MAC, the term MAC stands for Message Authentication Code. The integrity of information transmitted over an unsecured channel can be validated using MAC. അതായത് നമുക്ക് ഒരു അൺസെക്യൂർഡ് ചാനലിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫർമേഷനെ നമുക്ക് മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാലിഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. A MAC is like a message digest, but uses an additional key to encrypt the message digest. Thus, a MAC is a message digest encrypted with a secret key.
Back from a message can be created using Java class. Then we have signature. A data signature is a mathematical technique used to validate the authenticity and integrity of a message or digital document. അതായത് ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെസ്സേജിന്റെ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡോക്യുമെന്റിന്റെ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ ഓതന്റിസിറ്റി ഒക്കെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് പ്രൊവൈഡ് ദ ആഡഡ് അഷുറൻസസ് ഓഫ് എവിഡൻസ് origin, identity, and status of an electronic document or message. It also ensures the non-repudiation, that is, the author of the message can later deny that they were the source. Data signatures are based on public key cryptography. The signer uses his private key to create the signature, and signature can be authenticated only by the signer publicly. The signature class is used to create the signature instance in Java. A data signature is an encrypted message digest with the private key of the signing author. Signature class we object signature signature dot get instance. Ready the pass ഓരോന്നിന്റെ കമന്റ് അവിടെയുണ്ട്. Initializing the key pair generator, then generate the pair of keys, get the private key from the key pair, then get the public key from the key pair, then after that signature instance creator. Initialize with the private key the data that needs to be signed. And write about JCA with the sum of the core elements and interface with example. Write the fact is so message digest message authentication code. Then another Alice wants to set some confidential data securely to work over the network. Alice uses the signatures to sign the data and with the following where S of M equal to data signature of M.
പിന്നെ എസ് ഓഫ് എം കമ്പ്യൂട്ട് ചെയ്യുക, അവിടെ ഈ ആലീസിന്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് സെൻഡ് എം മെസ്സേജിന് നമ്മൾ സെൻഡ് ചെയ്യുക. നമുക്ക് അതിന്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ആദ്യത്തെ JCA ആണ്. JCA പറ്റി പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കാണാം, JCA has been described with the core classes and interfaces in section. JCA പറ്റി അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യമേ തന്നെ അത് കണ്ടായിരുന്നു. അതിനടുത്തത് മെസ്സേജ് ഡൈജസ്റ്റിന്റെ മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡിനെയും പറ്റിയുള്ള കമ്പാരിസൺ ആണ്. മെസ്സേജ് ഡൈജസ്റ്റ് algorithm takes a single input, a message, and produces a message digest. The same message authentication code algorithm takes two inputs, a message and a secret key, and produces a message authentication code. അപ്പം ആദ്യത്തെ കേസ് നമുക്ക് കാണാം. മെസ്സേജ് ഡൈജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഇൻപുട്ടിന് മെസ്സേജിന് സിംഗിൾ ഇൻപുട്ട് ആയിട്ട് മെസ്സേജ് മാത്രമേ എടുക്കുന്നുള്ളൂ. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മെസ്സേജ് ഡൈജസ്റ്റ് ഹാഷ് വാല്യൂവിനെ അവിടെ നിന്ന് എന്ത് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേസമയം മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡ് അൽഗോരിതം ടേക്സ് ടു ഇൻപുട്സ്, രണ്ട് ഇൻപുട്ടിനാണ് എടുക്കുന്നത്, മെസ്സേജ് ആൻഡ് എ സീക്രട്ട് കീ. ഒരു മെസ്സേജിനെ എടുക്കുന്നു, ഒരു സീക്രട്ട് കീ എടുക്കുന്നു, ആൻഡ് പ്രൊഡ്യൂസസ് എ മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡ്. അടുത്ത കേസ് എടുക്കുമ്പോഴത്തേക്കും മെസ്സേജ് ഡൈജസ്റ്റ് അലൗസ് യു ടു വെരിഫൈ ദ ഇന്റഗ്രിറ്റി ഓഫ് മെസ്സേജ്. അവിടെ ഇന്റഗ്രിറ്റി മെസ്സേജിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ കറക്റ്റായിട്ട് നോക്കാൻ വേണ്ടി നമുക്ക് മെസ്സേജ് ഡൈജസ്റ്റ് ഉപയോഗിക്കാം. അതേസമയം മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡ് ആണെങ്കിൽ അലൗസ് യു ടു വെരിഫൈ ദ ഇന്റഗ്രിറ്റി ആൻഡ് ഓതന്റിസിറ്റി ഓഫ് ദി മെസ്സേജ്. മെസ്സേജ് ഡൈജസ്റ്റ് ഓതന്റിസിറ്റി വെരിഫൈ ചെയ്യുമ്പോഴത്തേക്കിനും മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡ് ഇന്റഗ്രിറ്റിയും ഓതന്റിസിറ്റിയും അത് വെരിഫൈ ചെയ്യുന്നു. അടുത്തത് എനി ചേഞ്ച് ദ മെസ്സേജ് വിൽ result in a different hash being generated. Any change to the message or the secret key will result in different MAC being generated. അതായത് എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ വന്നാൽ അത് ചെയ്യുന്നത് ഹാഷിലായിരിക്കും റിസൾട്ട് ചെയ്യുന്നത്. അതേസമയം മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡ് ആണെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യപ്പെടുന്ന മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡിലായിരിക്കും അത് ജനറേറ്റ് ആകുന്നത്. And a type of that can replace the message and digest is fully capable of replacing the message and digest with a new one. അതായത് അതിന് ഒരു അറ്റാക്കറിന് ആ മെസ്സേജിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ആ ഡൈജസ്റ്റ് മുഴുവനായിട്ട് റീപ്ലേസബിൾ ആയിരിക്കും. മറ്റേ കേസിൽ എടുക്കുകയാണെങ്കിൽ nobody without access to a secret should be able to generate a MAC calculation that verifies. അതായത് സീക്രട്ട് കോഡ് അറിയാതെ അതിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. Instead of forwarding message M, he forwards message M instead of the signature on M. അതായത് പബ്ലിക് കീയുടെയും പ്രൈവറ്റ് കീയുടെയും കേസാണ് പറയുന്നത്. അടുത്തത് ജാവ സെക്യൂർ സോക്കറ്റ് എക്സ്റ്റൻഷനെ പറ്റിയാണ്, JSSC. Data in transit is vulnerable and can easily be modified or hacked by an unintended recipient. Private or critical data that travel across the network containing information such as password, credit card numbers, etc. must be made unintelligible to unauthorized parties. Java Secure Socket Layer
transport layer security protocols are among them. Java Secure Socket Extension is a framework to enable secure internet communication. The framework provides an implementation for a Java version of the secure socket layer. അതായത് ഈ ഫ്രെയിംവർക്ക് ആണ് ജാവ സെക്യൂർ സോക്കറ്റ് ലെയറിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് ഓൾസോ പ്രൊവൈഡ്സ് APIs ഫോർ ഡാറ്റ എൻക്രിപ്ഷൻ, സെർവർ authentication, message integrity, and optional client authentication. JSSC provides API framework along with its implementation. It acts as a building block. To build secure web applications simply. Reduces security vulnerabilities by abstracting the complex underlying security algorithms and handshaking mechanisms. JSSC features and benefits. As per the Oracle JSSC reference guide, important benefits and features of JSSC are as follows. The standard component of the JDK, the provider-based architecture makes it flexible and extensible. Then provide classes to create secure channels such as SSL socket, SSL server socket, and SSL engine. Then initiation or verification of secure communication using cipher suite negotiation. Then other client and server authentication is support team. Then encapsulated HTTP in the SSL but TLS protocol, server session management APIs. Then server name indication extension to facilitate secure connections to virtual servers. Then provides support for server name indication SNI extension. It extends the SSL, TLS, DTLS protocols to indicate what server name the client is attempting to connect to during handshaking. In JSSC provides an SSL toolkit for Java applications in addition to the necessary classes and interfaces. JSSC provides a handy command line debugging switch that you can use to watch the SSL protocol in action. Then the Java protocol handler package is in a the secure connection program using the java.net.url class demonstrates the easiest way to add SSL to your applications. This approach is useful, but it is not flexible enough to let you create a secure application that uses general socket. JSSC API, Java Security API is based on factory design pattern extensively. JSSC provides many factory methods to instantiate. The SSL socket factory. The second category consists of 5 methods that can be used to create SSL socket instances. Socket and a socket create another socket create socket another function on the other create another. Then the third category consists of 2 methods which return the list of SSL cipher suites that are enabled by default and a complete list of supported SSL cipher suites. In SSL socket enabled the javax.net SSL.SSL socket class extends java.net.socket class in order to provide secure socket. SSL sockets are normal stream sockets, but ഈ സോക്കറ്റ്സിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ അറിയാമായിരിക്കും. അതായത് സോക്കറ്റ്സ് വഴിയാണ് നമുക്ക് കണക്ഷൻസ്, അതായത് നമ്മുടെ ഒരു ആപ്ലിക്കേഷനിലോട്ട് കണക്ഷൻസ് ഓപ്പൺ ചെയ്യുന്ന പോർട്ടുകളെ പോലെയുള്ള ജാവ സോക്കറ്റ്സ് കാണുന്നത്. The methods below change the socket from client mode to server mode. Suffix who initiates SSL handshake and who authenticate first. Method void
STAT handshake versus an SSL handshake. For SSL server socket factory, the SSL server socket factory class creates SSL server socket instance is quite similar to SSL socket factory. Then SSL server socket, this class is subclass of server sockets and provides secure server sockets using protocols such as secure socket layer or transport layer security protocols. And examples some of the class secure echo server uses JSSC API to create a secure server socket. It listens on the server socket for connections from secure clients. When executing the secure echo server, you must specify the keystore tools. Keystore contains the server certificate. Secure echo client port used JSSC to securely connect to the server. When running the secure echo client, you must specify the trustor to use, which contains the list of trustor certificates. The execution of the secure echo server without keystore will give exception as javax.net.ssl.ssl handshake exception. No cipher suits in common, while execution of secure echo client without trustor will give exception as javax.net.ssl.ssl handshake. Generate the self-signed SSL certificate using the Java key tool command and use the generator certificate to execute secure echo server and secure echo client for follow below steps to generate SSL certificate. Upon command prompt or terminal, then the command run ചെയ്യുക run ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം key to gen key നമുക്ക് സാധിക്കും. Then validate ചെയ്യുക. Validate indicates the number of days for which the certificate will be valid. Then enter the password for the keystore. And then enter the required details. When prompted with the enter key password for localhost, press enter to use the same password as the keystore password. Run this command to verify the contents of the keystore. Put this generated self-signed .jks file into the root directory of your source code and execute the below. JSSC പറ്റി explain ചെയ്യുക. Next to secure progress explain JSSC with its features and benefits. Then list down the benefits of implementing SSL using JSSC over secure connection. So the reasons for Java SSL handshake exception. During the establishment of a secure connection. Section 12.2.2 നമ്മളത് നോക്കിയതാണ്. അവിടെയാണ് JSSC അഡ്വാൻറ്റേജ് പറഞ്ഞേക്കുന്നത്. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ java.net.url class demonstrate the easiest way to add SSL to your applications. This approach is useful, but it is not flexible enough to let you create a secure connection that uses generic socket. Using JSSC API to implement SSL gives us full control over the protocols that need to be supported. If javax.net.ssl.ssl handshake exception occurs, indicates that there is a handshake failure. We have not created or established the SSL certificate that the client and server should be referencing. Normally, a certificate is obtained from a trusted certificate authority for a public site. But for testing and developing purposes, it's common practice to create a self-signed certificate, which just means we are the issuer. These are typically issued to the local host domain, so they will function locally but not be trusted elsewhere.
ഓക്കെ, ഒരു 5 minutes ബ്രേക്ക് എടുത്തു.
കോമൺ വെബ് ആപ്പ് സെക്യൂരിറ്റി vulnerabilities. അതായത് വെബ് ആപ്പിനെ വെബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാവാവുന്ന കേസാണ് പറയുന്നത്. വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി vulnerabilities can range from targeted database manipulation to large scale network disruption. ഇതിനെ കുറച്ച് മെത്തേഡ്സ് ആണ് പറയുന്നത്. ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ XSS, cross-site scripting XSS is a kind of client-side code injection attack. Attacker executes malicious script into web browser of the victim by including malicious code into benign and trusted websites. Attacker mostly uses the forum, message board, and web pages that allow comments perform XSS. The user of user's input without violation in the output generated by the web page. ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് ആണ്. ഒരു സ്ക്രിപ്റ്റിംഗ് ടെക്നോളജിയാണ്. സ്ക്രിപ്റ്റിംഗ് ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഇതിന് സെക്യൂരിറ്റിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർജറി. ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർജറി, ഓൾസോ നോൺ ആസ് CSRF or XSRF, is a type of attack in which attackers trick a victim into making a request that utilizes their authentication or authorization. Then SQL injection of it. SQL injections are among the most common threat to data security. SQL injection, also known as SQLI, is a type of injection attack that exploits the weakness of application security and allows attackers to execute malicious SQL statements. Malicious SQL statements execution enable attackers to access or delete records, change their application data-driven behavior. Attackers can use SQL injection vulnerabilities to bypass application security measures. Any website or web application which uses a relational database such as MySQL, Oracle, SQL Server, etc., can be impacted by SQL injection. Attackers use SQLI to gain access to unauthorized information, modify or create new user informations, or otherwise manipulate or destroy sensitive data. Attackers use specially crafted input to trick an application into modifying the SQL queries that the application has the database to execute. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കൊടി സ്ട്രിങ് വഴി ഇപ്പൊ യൂസർ ID കേട്ട് 1 2 3 4 എന്നൊക്കെ നിങ്ങൾ കാണും. അവിടെ നമുക്ക് എന്ത് ചെയ്ത് വെക്കാൻ പറ്റും? ആ യൂസർ ID മാറ്റി മാറ്റി കൊടുത്ത് വിടാനായിട്ട് സാധിക്കും. അങ്ങനെ മാറ്റി മാറ്റി കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് അവിടെ എന്താണ് നടക്കുന്നതാണ്, അതായത് അവിടെ ഓരോ യൂസറിന്റെയും നമുക്ക് അക്കൗണ്ട് ബാലൻസിലോട്ട് നമുക്ക് ചെല്ലാനായിട്ട് സാധിക്കും. അതാണ് അവിടുത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിയാൽ denial of service ഉണ്ട്. Denial of service is a type of attack which makes information systems, devices, or other network resources non-responding. A denial of service condition is accomplished by flooding the targeted host or network with traffic content. The target
cannot respond or simply crashes, preventing access for legitimate users. And ensure direct object references. Ensure direct object references are a web application exposes a reference to internal implementation. Then internal implementation objects include files, database records, directories, and database keys. The Spring Security overview. Security is a very crucial aspect for any application to avoid malfunctioning, unauthorized access, or hacking of crucial data. Spring Security modules provide us with a framework to easily develop a secure application with very few configurations. Spring Security is a very robust and highly customizable authentication and authorization access control framework. Along with authentication and authorization in Java application, it is also protects the application against attacks such as cross-site, request forgery, session fixation, jacking, etc. Authentication authentication refers to the process of confirming user's identity. Whom he claims to be. It's about validating users' credentials such as email, username, user ID, and password. The system validates whether the user is one whom he claims to be using user's credentials. The system authenticates the user identity through login ID and password. Authentication using login ID and password is the usual way to authenticate. Then authorization action takes place once the system has authenticated the user's identity. Authorization refers to the rules that determine who is allowed to do what. Samuel John may be authorized to create and delete databases, while Bob is only authorized to read. അതായത് ഓതന്റിക്കേഷനും ഓതറൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഓതന്റിക്കേറ്റഡ് യൂസർ ആണെങ്കിൽ വി ക്യാൻ ലോഗിൻ ഇൻ ടു ദ പർട്ടിക്കുലർ സിസ്റ്റം. നമുക്കൊരു പർട്ടിക്കുലർ സിസ്റ്റത്തിലൊന്ന് ലോഗിൻ ചെയ്യാൻ നമ്മൾ ഓതന്റിക്കേറ്റ് ചെയ്താൽ മതി. ഓതന്റിക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് അതിൽ ലോഗിൻ ചെയ്യാം. ബട്ട് ഓതറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്തിട്ട് എന്തിനെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഓതറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവർക്ക് ഇപ്പം അഡ്മിൻ യൂസർ ആണെങ്കിൽ അഡ്മിൻ ടൈപ്പ് ഓഫ് യൂസറും സാധാരണ യൂസേഴ്സും എല്ലാവരും എന്താണ് ഓതന്റിക്കേറ്റഡ് യൂസേഴ്സ് ആണ്. ബട്ട് സം ഓഫ് ദി ഫങ്ഷണാലിറ്റീസ് ആർ ഓതറൈസ്ഡ് ടു സം യൂസേഴ്സ്. അതായത് അഡ്മിൻ ടൈപ്പ് ഓഫ് യൂസേഴ്സിന് അഡ്മിൻ്റെതായിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് ആയിരിക്കും ഓതറൈസ് ചെയ്തിരിക്കുന്നത്. സാധാ നോർമൽ യൂസേഴ്സിന് ഓതറൈസ് ചെയ്തിരിക്കുന്നത് അവരുടെ ഫങ്ഷണാലിറ്റീസ് ആയിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ. അപ്പൊ ടോക്കൺ ബേസ്ഡ് ഉണ്ട്, റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ ഉണ്ട്. ടോക്കൺ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ യൂസേഴ്സ് ആർ ഗ്രാൻഡഡ് എ ക്രിപ്റ്റോഗ്രാഫിക്കലി സൈൻഡ് ടോക്കൺ ദാറ്റ് സ്പെസിഫൈസ് വാട്ട് പ്രിവിലേജസ് എ യൂസർ ഈസ് ഗ്രാൻഡഡ് ആൻഡ് വാട്ട് റിസോഴ്സസ് ദേ ക്യാൻ ആക്സസ്. റോൾ ബേസ്ഡ് എടുത്ത് കഴിഞ്ഞാൽ യൂസേഴ്സ് ആർ അസൈൻഡ് റോൾ ആൻഡ് ദോസ് റോൾ സ്പെസിഫൈ വാട്ട് പ്രിവിലേജസ് യൂസേഴ്സ് ഹാവ്. യൂസേഴ്സ് റോൾസ് would restrict what resources they have access to. An access control list under an access control list specifies which users have access to a particular resource. For instance, if a user wants to access a specific file or folder,
Their username or details should be mentioned in the ACL in order to be able to access certain data. And the various methods are access controls for URLs, and secure objects and methods, access control list. And the server filter on the server filter is an object that can intercept HTTP request. Filter object is invoked at pre-processing and post-processing of a request. Filters are mainly used to perform cross-cutting concerns such as conversion, logging, compression, encryption, decryption, input validation, security implementation, etc. The security stack is shown. Full security stacks are which one work. Spring Core framework has the following modules to provide security to the Spring-based application: Spring Security, Spring Security SIM, Spring Security Auth, and Spring Security Purpose. ഇതൊക്കെയാണ് സെക്യൂരിറ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. Authentication and authorization will support basic digest and form-based authentication. Supports cross-site request forgery. In the remember me feature, the SSO, single sign-on authentication, എന്നുള്ള കാര്യങ്ങളെല്ലാം പറ്റി ഞാൻ പറയുന്നുണ്ട്. Security levels ഉണ്ട്. Another level authorization, URL level authorization ഒക്കെ ഉണ്ട്. Security advantages. The question എന്ന് പറയുന്നത് what is Spring Security, what is authentication? ഒക്കെയാണ്. അത് Java based configuration ഒക്കെ വരുമ്പോഴത്തേക്ക് Spring Security uses Servlet filter to implement the security in Java application. The Servlet filter എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനായിട്ട് ഉപയോഗിച്ചാണ് മെയിനായിട്ട് സെക്യൂരിറ്റി ജാവ ആപ്ലിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. Creates a Servlet filter named as Spring Security Filter Chain. Spring Security Filter Chain takes care of all the security concerns such as validating submitted username and passwords, application URLs protection, redirecting to the login form to unauthenticated users, etc. Then Spring Security provides an abstract class, abstract security web application initializer that will ensure the Spring Security Filter or Spring Security Filter ഈ സെലക്ട് ഫിൽറ്റർ ഉപയോഗിച്ചിട്ടാണ് കൂടുതലായിട്ടും അത് എന്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് എന്തൊക്കെയാണ് വരുന്നത് നോക്കുക. പോജോ ക്ലാസ് ഉണ്ട്, പ്ലെയിൻ ജാവ ഒബ്ജക്ട് ക്ലാസ്, then overriding of security configure adapter ഉണ്ട്, then permit role allows all the users for the configured URL. User does not have to be authenticated. Username authenticate ചെയ്യണമെന്നില്ല, and matcher allows to use wildcards. And all other requests except for the user to
be authenticated first. That is, the user needs to be logged. As prescribed authentication methods in section 12.4, from form login with a custom login page. Then the default Sprint logout feature is configured and has been permitted to all. Apart from login, the configuration is also allowing for basic code that is sending in an HTTP base or header to authenticate. In securing the URLs the securing the most common methods to secure the URLs as below. Authenticated. This protects the URL which requires user to be authenticated. If the user is not logged in, the request will be redirected to the login page. The user login login page redirect ചെയ്യും. Permit all that. This is applied for URLs which requires no security such as CSS, JavaScript login URL. And HTTP security under to enable HTTP security in Spring, we need to extend the web security configure adapter allows to configure web-based security for specific HTTP request. Now, authentication using Spring Security. Authentication is all about validating user credentials such as username, user ID, and password to verify the user's identity. You can either use in-memory authentication or JDBC authentication. In-memory authentication, it can be
configured using authentication manager builder. Authentication manager builder വഴിയാണ് നമ്മൾ അതിനെ authenticate ചെയ്യുന്നത്. JDBC authentication എന്ന് പറഞ്ഞാൽ നമുക്ക് JDBC വഴി define a data source within the application and use it as below. അതായത് നമ്മളെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡാറ്റ സോഴ്സിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ JDBC authentication എന്ന് പറയുന്നത്. Create Spring Initializer class. Abstract annotation config dispatcher select initializer class has simplified the Spring initialization. We don't need to manually create context, but just set appropriate config class in the root config classes. കൺട്രോളറും ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കൺട്രോളേഴ്സ് ആൻഡ് മാപ്പിംഗ്. സ്പ്രിംഗ് അറ്റ് ദ കൺട്രോളർ അനോട്ടേഷൻ ഈസ് ടു മാർക്ക്. ഒരു ക്ലാസ്സിനെ നമ്മൾ കണ്ടെയ്നർ ആണെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ രീതിയിൽ അറ്റ് ദ കൺട്രോളർ എന്ന് പറയുന്ന അനോട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് നമ്മളവിടെ കാണുന്നത്. യൂസ് ആൻഡ് കോൺഫിഗറേഷൻ വ്യൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ q എന്ന് പറയുന്ന ടു റെൻഡർ ദ വ്യൂ റിസോൾവർ കോൺഫിഗറേഷൻ. വ്യൂ റിസോൾവർ കോൺഫിഗറേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏത് വ്യൂവിനെ റെൻഡർ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് റിക്വയർഡ് ഇൻ ദ സ്പ്രിംഗ് MVC ആപ്ലിക്കേഷൻ, സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ ഫോർ JSP. വ്യൂ റിസോൾവർ കോൺഫിഗറേഷൻ ഈസ് റിക്വയർഡ് ഇൻ സ്പ്രിംഗ് MVC. എന്നൊരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതിനെ പറ്റിയാണ് ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ അത് റൺ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അടുത്തത് വരുമ്പോഴത്തേക്കിന് ഒരു കസ്റ്റം ലോഗിൻ ആപ്ലിക്കേഷൻ എങ്ങനെ ഉണ്ടാകുന്നതാണ് ആദ്യം നോക്കാം. കസ്റ്റം ലോഗിൻ ഫോർ ക്രിയേഷൻ
no login form is configured in the Spring Security. Spring Boot provides default login screen for Spring Security. അതായത് നമ്മളൊരു പ്രത്യേക ലോഗിൻ ഫോം ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ സ്പ്രിംഗ് ബോട്ട് ഒരു ഡിഫോൾട്ട് ലോഗിൻ സ്ക്രീൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഡിഫോൾട്ട് ലോഗിൻ സ്ക്രീൻ വിൽ ബി യൂസ് ടു ഓതന്റിക്കേറ്റ് ദ യൂസർ ആൻഡ് ദ യൂസർ വിൽ ബി അലൗഡ് ആക്സസ് എ റിസോഴ്സ്. അതായത് ലോഗിൻ ചെയ്തതിന് ശേഷം റിസോഴ്സിനെ അതിന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. Customization login form for creation and configuration is very easy. In Spring Security, custom login form in Spring application is nothing but a simple HTML or JavaScript like another web pages in Java. Custom login form enables an enterprise to customize the login form as per the choice of the designer. Form action URL under where the form is posted to trigger the authentication process. Username input field, username in an input field under, password in a field under, then the form action URL under another. Custom login form. Login form in with the CSS file. Next class in the class. Thank you.